നബിദിനത്തിനെ പറ്റി എന്താണ് എന്റെ അഭിപ്രായം? അല്ല കുഞ്ഞുമക്കളെ, ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ചനെ പറ്റിയിട്ട് പറയാനും വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ കാര്യത്തിനും വിമർശിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. ഇന്നലെ ഒന്നും ഇവിടെ ഓണത്തിന്റെ സദ്യ കിട്ടാനില്ല. ഹോട്ടലിലൊക്കെ ഭയങ്കര തിരക്കും ഭയങ്കര സംഭവമാണ്. ഇന്നലെ ഒന്നും ഇവിടെ കിട്ടാനില്ല. പക്ഷെ ഈ ഓണത്തിനൊക്കെ പറ്റിയിട്ട് വിമർശിക്കുന്ന ആൾക്കാർ, ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷനിക്ക് പോയപ്പോൾ അവിടെ ഇരുന്നിട്ട് മുൻപന്തിയിൽ ഇതിന്റെ ആൾക്കാരാണ് ഇരുന്നിട്ട് തിന്നുന്നത്. ആൾക്കാരെ പേരൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ പെട്ട ആൾക്കാരാണ് അതിന് എടുത്തുടിക്കാനും അത് ഉണ്ടാക്കാനും ആ ഓണസദ്യ കഴിക്കാനും ഒക്കെ. ഈ നബിദിനത്തിന് ഈ ഓണത്തിനൊക്കെ കുറ്റം പറയുന്ന ആൾക്കാരാണ് ഇതിന്റെ ഒക്കെ മുൻപന്തിയിലുള്ളത്. എന്നിട്ട് അത് തിന്നും ചെയ്യാം. എന്നിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ അത് വാരി എറിയുക, എന്താ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് തിന്നണ നേരത്ത് അപ്പൊ അവിടെ ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. അപ്പൊ എനിക്ക് ഇന്നലെ ഒരു യേശുദാസ് പാടിയ ഒരു പാട്ട് ഓർമ്മ വന്ന്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി. മനുഷ്യൻ ഭ്രാന്താലമയമായി, ഇവര് തമ്മിൽ അടിയുമായി. അതായത് കൂട്ടിച്ചേർക്കാത്തതാണ്. ഇതാണ് സംഭവം. അപ്പോ ഇന്നലെ കണ്ടൊരു കാഴ്ചയാണ് ഇത്. എന്താ ഇതിനൊക്കെ പറയലേ, ഞാനൊരു കോമഡി കാണിച്ചത്. അതതിന് സത്യമാണ്. ഇതതിന്റെ ഒരു സത്യമായ ഒരു വീഡിയോ ആണ്. അതൊന്ന് കണ്ടാളി. നബിദിനത്തിനെ പറ്റി ഈ എന്താണ് എന്റെ വീഡിയോ അഭിപ്രായം? കാണിട്ടാ കോമഡി ചെയ്യുന്നത് ഇവരിവിടെ കണ്ടു കാണുന്നുണ്ടോ? ഇതൂട്ടി നമുക്കൊന്നും തിരിയിടില്ല. സബർ ഗുരു. ചോറ് കുഴപ്പമില്ല. ചോറ് തിന്നണോ? ചോറ് പിന്നെ ജാതയാണ് പ്രശ്നം. ജാത പ്രശ്നം. ഭക്ഷണമൊക്കെ കഴിക്കാം. എങ്ങനെ ഇരിക്കണം? ഒരു കോമഡി ആയിട്ട് ചെയ്താ, പക്ഷെ സംഭവം സത്യമാണ്. ഇത് സത്യമായിട്ട് നമുക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ യാഥാർത്ഥ്യം. മനുഷ്യർ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ ഒരു പ്രളയം വരണം, അല്ലാന്നുണ്ടെങ്കിൽ വള്ളടി പാർട്ടിയും വേണം. അവിടെ പിന്നെ ഒരു പ്രശ്നവുമില്ല. അവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. സത്യം. ഞാൻ പറഞ്ഞതിൽ വലിയ തെറ്റുണ്ടാ? സത്യമാണോ എന്ന് കമന്റ് ഇട്ടിട്ടാ. അപ്പോൾ നല്ല വീഡിയോസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ വലിയ കുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിമർശിച്ചോളി. നമുക്ക് ആരും ഒരു ഇതുമില്ല കേട്ടാ. നമുക്ക് എല്ലാവരും തുല്യരാണ്. ഞാൻ നല്ല സദ്യയും കഴിച്ചിക്കണ്, നബിദിന ചോറും കഴിച്ചിക്കണ്, ഒക്കെ കഴിച്ചിക്കണ്. നമുക്ക് എല്ലാവരും ഉണ്ട്. ഓക്കെ, നമുക്ക് മനുഷ്യരാണ്. ഞാൻ മനുഷ്യനായിട്ടാണ് കാണുന്നത്, അല്ലാതെ മറ്റുള്ള ജാതി മതം എന്നല്ല നമ്മൾ കാണുന്നത്. നമുക്കൊക്കെ മനുഷ്യരാണ്. അത് അവർക്ക് അവരായ വിശ്വാസം, നമുക്ക് നമ്മളെ വിശ്വാസം, അത്ര തന്നെ. ഓക്കെ.